ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ഒരു ദിവസം മമ്മൂട്ടിയുടെ ദിവസമാണ് എനിക്ക് തോന്നിയത്. ഓസ്ലർ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഒരു സർപ്രൈസ് എൻട്രി, അതുപോലെ തന്നെ പ്രമയുഗത്തിൻ്റെ ടീസർ, ഇതൊക്കെ പറഞ്ഞാൽ ഇന്നലെ ഫുള്ള് സോഷ്യൽ മീഡിയയെ മമ്മൂക്ക തന്നെയായിരുന്നു, മമ്മൂക്ക മാത്രം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോവിഡിന് ശേഷം മലയാള സിനിമയെ താങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ നിർത്തുന്ന ഒരേ ഒരു ഘടകം മമ്മൂക്ക മാത്രമാണ്. നേരത്തെ ആണെങ്കിൽ കോവിഡിന് മുമ്പൊക്കെ നമുക്ക് പറയാമായിരുന്നു, രണ്ട് ഷോൾഡറുകൾ ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ, മമ്മൂക്കയും ലാലേട്ടനും. കോവിഡിന് ശേഷം ലാലേട്ടൻ്റെ കുറച്ച് പടങ്ങൾ മങ്ങിയിരിക്കുവാണ്. പക്ഷേ അപ്പോഴും മലയാള സിനിമയെ ഒന്ന് മുകളിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മമ്മൂക്ക മാത്രമാണ്. മമ്മൂക്കയുടെ ഒരു ഒറ്റ ഷോളറിലാണ് എനിക്ക് തോന്നിപ്പോൾ ഒരു മലയാള സിനിമ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ, അദ്ദേഹത്തിൻ്റെ ഒരു ഏതെങ്കിലും ഒരു പടത്തിന് നൈസ് ഒരു ഫസ്റ്റ് ലുക്ക് ആയാലും ചുമ്മാ ഒരു പോസ്റ്റർ ആയാലും അങ്ങ് കയറി വൈറലാവുകയാണ്, ട്രെൻഡ് ആവുകയാണ്. അത് മമ്മൂക്കൊക്കെ പറ്റുന്നുള്ളൂ. പ്രമേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റർ വന്നപ്പോൾ ശ്രദ്ധിച്ചില്ലേ, ഒന്നും രണ്ടും വന്നപ്പം ടെർബോയുടെ പോസ്റ്റർ, ചുമ്മാ ഒരു മുടി പറ്റവട്ടിയ പോസ്റ്റർ വന്നപ്പം അതും ട്രെൻഡ്. നമുക്ക് എങ്ങനെ ഇട്ടാലും അതിൽ എന്തെങ്കിലുമൊക്കെ ആരാധകർ, അതിലെ ഒരു വെറൈറ്റി നമുക്ക് കിട്ടുന്ന തരത്തിലാണ് മമ്മൂക്കയുടെ ഓരോരോ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഓരോരോ മൂവിയുടെയും. എന്തായാലും ഈ വർഷവും മമ്മൂക്ക ഞെട്ടിക്കാൻ വേണ്ടി പ്രമയുഗമായിട്ട് വരുന്നുണ്ട്. ഫെബ്രുവരിയിലായിരിക്കും ഈ ചിത്രം റിലീസ് ചെയ്യാൻ സാധ്യത കൂടുതലും. അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും അതിൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് ഒന്ന് ഞെട്ടിയിട്ട് വരാം. കാലം പോലെ കലങ്ങി മറഞ്ഞൊരു പുഴ വേറെയില്ല. അത് തിരിഞ്ഞും മറിഞ്ഞും ഒഴുകും. ഈ മനയ്ക്കലെ പടിപ്പര കടന്നാ പിന്നെ പാടവും പുഴയും മലയൊക്കെ ഇതന്നെയാ. ഭൂതകാലം. ജീവനപകടം പോവാ. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. കൊലച്ചിരി. എന്തു ഇത്? ശരിക്കും ഞെട്ടിച്ചൊരു ടീസറാണ്. മമ്മൂക്ക ഒരു രക്ഷയില്ല. ഇങ്ങനൊരു എന്താ പറയുക, ഇത് എവിടെ കൊണ്ട് നിർത്തും? ഓരോരോ സിനിമയിലും വെറൈറ്റി വെറൈറ്റി വെറൈറ്റി. നിങ്ങൾക്ക് കിട്ടുന്ന കഥകളെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ, കഥകൾക്ക് പറ്റിയ രീതിയിൽ ബോഡി ലാംഗ്വേജ്, മാനസം, മുഖത്തെ ഭാവങ്ങൾ, ഒരു രക്ഷയില്ല. ഇതിൽ വേറൊരു മമ്മൂക്കയെ കാണാൻ പറ്റും. മമ്മൂക്കയല്ല, വേറൊരു കഥാപാത്രത്തെ കാണാൻ പറ്റിയിരിക്കുകയാണ് ടീസറിൽ. എന്താ പറയുക, രാഹുൽ സദാശിവൻ ഈ ചിത്രത്തിൻ്റെ സംവിധായകനാണ്. ഭൂതകാലം സംവിധാനം ചെയ്ത ആൾ. ഭൂതകാലം തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഒരു കുറേ നാൾക്ക് ശേഷം ഞെട്ടിപ്പിച്ച അല്ലെങ്കിൽ പേടിപ്പിച്ച ഒരു സിനിമ എന്ന് പറയും ഭൂതകാലം. ആ സിനിമ OTT-യിലായിരുന്നു, തിയേറ്ററിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സിനിമ OTT തന്നെ ഭയങ്കര അഭിപ്രായം നേടിയാണ്. കാരണം ആ സിനിമ കാണാത്തൊരൊന്ന് കണ്ടു പോകണം ഭൂതകാലം, എന്നിട്ട് ഈ സിനിമ കാണും. അപ്പം ആ ഭൂതകാലത്തെ വെച്ച് മമ്മൂക്കയും കൂടെ കിട്ടിക്കഴിയുമ്പോൾ ഈ സിനിമ എത്ര ഗംഭീരമാക്കി തീർക്കും. ഇതൊരു എനിക്ക് തോന്നുന്നില്ല ഇതൊരു പ്രേത സിനിമയായിരിക്കും അങ്ങനെ തോന്നുന്നു. പക്ഷേ പേടിപ്പിക്കും. പക്ഷേ ഇത് സൈക്കോളജിക്കലായിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. എന്തായാലും മമ്മൂക്ക ഒരു രക്ഷയില്ല. അങ്ങേര് ആ വിളക്കൊക്കെ ഊതുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതുപോലെ ആ ഡയലോഗ് ഡെലിവറി. ഇന്നത്തെ എല്ലാവരും വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചിത്രം മുഴുവനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കുമോ? ടീസർ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? ചിത്രം മുഴുവനും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാകാൻ ചാൻസ് വരുമോ? ആണെങ്കിൽ ഒരു പഴയകാല സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാം. എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു ചിത്രം തിയേറ്ററിൽ നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് നേടാം ഈ ചിത്രത്തിലൂടെ എന്ന് തോന്നുന്നു. അതോ ഫസ്റ്റ് ഹാഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് ചിലരുടെ ഈ മെൻ്റലി
ഇതൊരു സൈക്കോളജിക്കൽ പരമായിട്ടൊക്കെയുള്ള ഒരു ചിന്തയിലൂടെ പോകുന്നതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ഭാഗം ബ്ലാക്ക് ആൻഡ് വൈറ്റും കുറച്ച് ഭാഗം കളർ അങ്ങനെ വല്ലതും ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. എന്തായാലും ഒരു രക്ഷയില്ല. 2024 ഞങ്ങൾ ഇങ്ങനെ എടുക്കുമോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എടുക്കുമോ എന്ന് പറഞ്ഞൊരു വോട്ട് മമ്മൂക്ക 2024 പുള്ളി കൊണ്ടുവന്ന് തോന്നുന്നു. ഗംഭീര പെർഫോമൻസ് ആണെങ്കിൽ ചിലപ്പോൾ നാഷണൽ അവാർഡ്, സംസ്ഥാന അവാർഡൊക്കെ ഈ ചിത്രത്തിൽ നേടാൻ ചാൻസ് കൂടുതലായിരിക്കും. എന്തായാലും ഈ ചിത്രത്തിലൂടെ മമ്മൂക്ക വീണ്ടും ഞെട്ടിക്കുമെന്ന് 100% ഉറപ്പാണ്. ഫെബ്രുവരിയിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. നമുക്ക് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് നേടാം. ഓക്കെ, ബൈ.